ഹലോ നമസ്കാരം. ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിനെത്ര സമയമെടുക്കും, എത്ര പൈസയാവും? പലപ്പോഴും ഇതൊരു ഊഹക്കച്ചവടമായി മാറാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഊഹങ്ങളെയൊക്കെ മാറ്റി നിർത്തി കണക്കുകൾ വെച്ച് പ്രൊജക്റ്റുകളെ അളക്കുന്ന കൊക്കോമോ എന്ന ശാസ്ത്രീയ രീതിയെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. അല്ലേ, ഇതാണ് സോഫ്റ്റ്വെയർ ലോകത്തെ ഒരു പേടിസ്വപ്നം പോലെയുള്ള ചോദ്യം. ഒരു പ്രോജക്റ്റ് മാനേജറായാലും ഡെവലപ്പറായാലും ഈ ചോദ്യത്തിനൊരു ഉത്തരം കൊടുക്കുക എന്നത് എപ്പോഴും ഒരു വലിയ വെല്ലുവിളിയാണ്. പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങൾ പിന്നീട് തെറ്റിപ്പോകാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം എസ്റ്റിമേഷനിലെ വെല്ലുവിളികൾ എന്താണെന്ന് സംസാരിക്കും. പിന്നെ കൊക്കോമോ മോഡലിനെ അടുത്തറിയും, അതിലെ കണക്കുകൾ എങ്ങനെയാണെന്ന് നോക്കും. അവസാനം ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഉപയോഗപ്രദമാണെന്നും നമ്മൾ ചർച്ച ചെയ്യും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. പ്രോജക്റ്റ് എസ്റ്റിമേഷനിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ കൃത്യതയില്ലായ്മ തന്നെയാണ്. ഇതിന് നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഈ വെറുതെ ഒരു ഊഹം പറയുന്നതിന് പകരം നമുക്ക് കുറച്ചുകൂടി ശാസ്ത്രീയമായതിനെ സമീപിച്ചാലോ? അതാണ് ഈ അൽഗോരിതമിക് കോസ്റ്റ് മോഡലിംഗ്. അതായത് സോഫ്റ്റ്വെയറിൻ്റെ വലിപ്പവും അതിൻ്റെ സങ്കീർണതയും പഴയ പ്രോജക്റ്റുകളുടെ ഡേറ്റയുമൊക്കെ വെച്ച് ഗണിതശാസ്ത്രപരമായി ഒരു പ്രോജക്റ്റിൻ്റെ ഭാവിയെ പ്രവചിക്കാനുള്ള ഒരു ശ്രമം. ഇവിടെ ഡേറ്റയാണ് ഹീറോ, ഊഹങ്ങളല്ല. ഈ വെല്ലുവിളിക്കുള്ള ഏറ്റവും പോപ്പുലറായ ഒരു പരിഹാരമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കൊക്കോമോ മോഡൽ. എന്താണ് ഈ മോഡൽ, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ അഥവാ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന കൊക്കോമോ, ഇതിന്റെ പിന്നിലുള്ള ആളാണ് ബാരി ബോം. ഒരു പ്രോജക്റ്റിന്റെ വലിപ്പത്തെ, അതായത് അതിൽ എത്ര ലൈൻ കോഡ് ഉണ്ടാവുമെന്നതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എസ്റ്റിമേറ്റാക്കി മാറ്റുക. അതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ കൊക്കോമോ മോഡലിന് 3 ലെവലുകളുണ്ട്. ബേസിക് മോഡൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അത് കോഡിന്റെ വലിപ്പം മാത്രം നോക്കി ഒരു ഏകദേശ ധാരണ തരും. ഇന്റർമീഡിയറ്റ് മോഡൽ കുറച്ചുകൂടി ആഴത്തിൽ പോകും. അത് പ്രോജക്റ്റിന്റെ സങ്കീർണത, ടീമിന്റെ കഴിവ് പോലുള്ള ഒരു 15 കാര്യങ്ങൾ കൂടി പരിഗണിക്കും. ഇനി ഏറ്റവും കൃത്യത വേണ്ടവർക്കുള്ളതാണ് ഡീറ്റെയിൽഡ് മോഡൽ. അത് പ്രോജക്റ്റിന്റെ ഓരോ ഘട്ടത്തെയും വേറെ വേറെയായി വിലയിരുത്തും. ഇനി അടുത്തത്, കൊക്കോമോയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ സോഫ്റ്റ്വെയറിനെയും ഒരേപോലെ കാണുന്നില്ല എന്നതാണ്. കാരണം എല്ലാ പ്രോജക്റ്റുകളും ഒരുപോലെയല്ലല്ലോ, അല്ലേ? ഇത് മനസ്സിലാക്കാൻ ഒരു അടിപൊളി ഉദാഹരണമുണ്ട്. ഒരു ചെറിയ ഷെഡ് പണിയുന്നതും നമ്മൾ താമസിക്കാനായി ഒരു വീട് വയ്ക്കുന്നതും ഒരു വലിയ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലേ? അതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയർ പ്രോജക്റ്റുകളും. കൊക്കോമോ ഈ വ്യത്യാസം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. ഇവിടെയാണ് കേട്ടോ അസലായിന കളി. കൊക്കോമോ പ്രോജക്റ്റുകളെ 3ആയിട്ട് തിരിക്കുന്നു: ഓർഗാനിക്, സെമി ഡിറ്റാച്ച്ഡ്, പിന്നെ എംബഡഡ്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേറോൾ സിസ്റ്റം പോലെയുള്ള ലളിതമായ പ്രോജക്റ്റുകളാണ്. സെമി ഡിറ്റാച്ച്ഡ് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്, ഒരു ഡാറ്റാബേസ് സിസ്റ്റം പോലെയൊക്കെ. എംബഡഡ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ റിയൽ ടൈം സിസ്റ്റങ്ങളൊക്കെയാണ്. ഓരോന്നിനും കണക്ക് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഫോർമുലയിലെ സംഖ്യകൾക്ക് വ്യത്യാസമുണ്ട്. ഈ നമ്പറുകളാണ് ഓരോ പ്രോജക്റ്റിൻ്റെയും സ്വഭാവത്തെ കണക്കുകളിലേക്ക് കൊണ്ടുവരുന്നത്. ഇതുവരെ നമ്മൾ കുറേ തിയറി പറഞ്ഞു, അല്ലേ? ഇനി ഇത് എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കൊരു ഒരുമിച്ച് കുറച്ച് കണക്കുകളൊക്കെ കൂട്ടി നോക്കിയാലോ? ഇതാണ് കൊക്കോമോയുടെ ഹൃദയം എന്ന് പറയാം. പേടിക്കേണ്ട, ഇത് കാണുന്നത്ര ഭീകരനൊന്നുമല്ല. ഈ 3 ഫോർമുലകൾ ഉപയോഗിച്ചാണ് നമ്മൾ കോഡിന്റെ വലുപ്പത്തിൽ നിന്ന്, അതായത് എത്ര 1000 ലൈൻ കോഡ് ഉണ്ടെന്ന കണക്കിൽ നിന്ന് ആ പ്രൊജക്റ്റിന് വേണ്ട അധ്വാനം, സമയം, പിന്നെ എത്ര പേരുടെ ടീം വേണം എന്നൊക്കെ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഒരു സിമ്പിൾ ബിസിനസ് ആപ്ലിക്കേഷനാണെന്ന് വിചാരിക്കാം. അതിൽ ഏകദേശം 32,000 ലൈൻ കോഡ്, അതായത് 32K LOC ഉണ്ടാകുമെന്ന് നമ്മൾ കണക്കാക്കുന്നു. ഇതൊരു ലളിതമായ പ്രോജക്റ്റ് ആയതുകൊണ്ട് നമുക്കിതിനെ ഓർഗാനിക് മോഡലിൽപ്പെടുത്താം. നമ്മുടെ കണക്കുകൂട്ടൽ വെറും 3 സ്റ്റെപ്പേ ഉള്ളൂ. ആദ്യം നമ്മൾ ആകെ എത്ര അധ്വാനം വേണമെന്ന് കണ്ടെത്തും. പിന്നെ അത് ചെയ്യാൻ എത്ര സമയം വേണമെന്ന് നോക്കും. അവസാനം ആ സമയത്തിനുള്ളിൽ തീർക്കാൻ എത്ര പേർ വേണമെന്നും കണക്കാക്കും. വളരെ സിമ്പിൾ. അപ്പോൾ നമ്മുടെ ഫോർമുല വെച്ച് കണക്ക് കൂട്ടുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ ഉത്തരം ഇതാണ്: 86% മന്ത്സ്. എന്താണതിൻ്റെ അർത്ഥം? ഒരാൾ ഒറ്റയ്ക്ക് ഈ ജോലി തീർക്കാൻ 86 മാസം എടുക്കും. അതാണ് ആ കണക്ക്. ഇനി ഈ അധ്വാനത്തെ നമുക്ക് സമയത്തിലേക്ക് മാറ്റാം. നമ്മുടെ രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഈ പ്രോജക്റ്റ് തീർക്കാൻ ഏകദേശം 12 മാസം, അതായത് കറക്റ്റ് 1 വർഷം വേണമെന്ന് കാണാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്, അല്ലേ? അവസാനമായി നമുക്ക് എത്ര പേർ വേണം? ആകെ അധ്വാനത്തെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും ഏകദേശം 7 പേരുള്ളൊരു ടീം. കണ്ടോ, നമ്മുടെ കയ്യിലിപ്പോൾ ഒരു വ്യക്തമായ പ്ലാനായി. കൊക്കോമോ ഒരു അടിപൊളി ടൂളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതെല്ലാവർക്കും എല്ലാത്തിനും പറ്റിയതാണോ? നമുക്കതിൻ്റെ നല്ല വശങ്ങളും ചില പരിമിതികളും ഒന്നു നോക്കാം. ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്താന്ന് വെച്ചാൽ ഇത് സിമ്പിളാണ്. ഒരുപാട് പേർ ഉപയോഗിക്കുന്ന ഒന്നാണ്.
പിന്നെ ഇത് യഥാർത്ഥ ഇൻഡസ്ട്രി ഡേറ്റയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ട്. പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിലെത്ര ലൈൻ കോഡ് വരുമെന്ന് ഏകദേശം കൃത്യമായി പറയണം. അത് കുറച്ച് പാടാണല്ലേ? അതുപോലെ ഇന്നത്തെ കാലത്തെ ചെറിയ വേഗതയേറിയ എജൈൽ പ്രോജക്റ്റുകൾക്ക് ഇതത്ര യോജിച്ചെന്നും വരില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോക്കോമോ എന്ന് പറയുന്നത് നമ്മുടെ ഊഹങ്ങൾക്ക് പകരം ഒരു ശാസ്ത്രീയമായ അടിത്തറ തരുന്ന ഒരു മോഡലാണ്. ഒരു പ്രൊജക്റ്റ് മാനേജർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അധ്വാനം, സമയം, ബഡ്ജറ്റ്, ടീമിന്റെ വലിപ്പം ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യാൻ ഇതൊരുപാട് സഹായിക്കും. അപ്പോൾ ഈ ഒരു സൂപ്പർ പവർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലും കിട്ടിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അറിവ് വെച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ഏത് പ്രോജക്റ്റിനാണ് നിങ്ങൾ ആദ്യം ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്? അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുക.